ഹലോ നമസ്കാരം, ആശയമുകിലാണേ. നമ്മൾ ഒരു ചെറിയ പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദേ ബോക്സായിട്ടാണ് വന്നിരിക്കുന്നത്, ചെറിയ ബോക്സാണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ്, അത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐറ്റങ്ങളൊക്കെ മാറ്റാം. ദേ ഒരു ബില്ലും പ്രോഡക്റ്റുമാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എന്താണെന്ന് ഏകദേശം മനസ്സിലായല്ലോ. ഇത് സിബ്രോണിക് എന്ന ബ്രാൻഡിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്, ചെറിയ സ്പീക്കറാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളോട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബില്ലൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഒരു നെടുനീളം വെള്ളിയിരിക്കുകയാണ്. വന്നിരിക്കുന്ന റേറ്റ് 499 പ്ലസ് ക്യാഷ് ഓൺ ഡെലിവറി ചാർജ് വരുന്നുണ്ട് ഒരു 14 രൂപ. പ്രോഡക്റ്റിൽ നമുക്കിപ്പോൾ ഇത് കൊടുത്തേക്കണ MRP എത്രയാണെന്ന് നോക്കാം. ഇത് 1499 രൂപ കൊടുത്തേക്കുന്നത്. കണ്ടോ, സിബ്രോണിക് എന്ന ബ്രാൻഡാണ്. തമിഴ്നാടാണ് ഇതിൻ്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വരുന്നത്, ചെന്നൈയിലാണ്. ഓക്കെ, ഈ ഒരു ബോക്സ് പൊട്ടിച്ച് നോക്കാം. ഞാൻ ബ്ലാക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലാക്ക് മാത്രമല്ല, ഗ്രേയും റെഡും ഉണ്ട്. ഗ്രേയും റെഡിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെന്തായാലും പ്യുവർ ബ്ലാക്കാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, എൻ്റെ പുറം ഭാഗത്ത് വരുന്ന കവർ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പാക്കറ്റ് പൊട്ടിക്കുകയാണ്. ഇതിനകത്ത് വേറൊരു പാക്കിംഗ് കൂടിയുണ്ട്, നമുക്കതും പുറത്തേക്ക് എടുക്കാം. ഇതാണ് സ്പീക്കർ. തീരെ ചെറുതാണ് കേട്ടോ, വളരെ ലൈറ്റ് വെയ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ചെറുതുമാണ്. ഇതാണ് സ്പീക്കർ. നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ വാങ്ങിയത്. സിബ്രോണിക്സ് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. അതിനകത്ത് നമുക്ക് എന്തൊക്കെയോ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് മറ്റൊന്നുമില്ല, ചാർജർ കേബിളൊന്നുമില്ല, C ടൈപ്പ് ചാർജറാണ് വരുന്നത്. ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡ്രസ്സിലോ ബാഗിലോ ഒക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ കൈക്കകത്തിരിക്കാനുള്ള അത്രയും ഒരു സൈസ് മാത്രമേ ഉള്ളൂ. സിബ്രോണിക്സ് എന്നാണ് ബ്രാൻഡ്. അപ്പോൾ അതിൽ പ്ലസ് മൈനസ് അതുപോലെ തന്നെ ഓൺ ബട്ടൺ, പ്ലസ് മൈനസ് അതുപോലെ ഓൺ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു ടാഗ് കൂടി ഉണ്ട്, നമുക്കിങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കണ്ടോ, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആ ബോക്സിനകത്ത് നമുക്ക് C ടൈപ്പ് ചാർജിങ് കേബിൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഒരു QR കോഡുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ QR കോഡുമായിട്ട് ബന്ധപ്പെട്ട് യൂസർ മാനുവലൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ തിരുത്തുകയാണ്, C ടൈപ്പ് ചാർജിങ് കേബിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ശരിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സെയിം ചാർജ് വെച്ച് ചാർജ് ചെയ്താൽ മതിയാവും. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ചാർജ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നോക്കണം, സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഓക്കെ, Sibronics, always ahead. Bluetooth mode. ഓക്കെ, ജസ്റ്റ് സെൻറ്റർ ബട്ടണിൽ ഓൺ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ തന്നെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊബൈലിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്ലൂടൂത്ത് ഓണാക്കിയിട്ടുണ്ട്. നമുക്കിനി പെയർ ന്യൂ ഡിവൈസ് കൊടുക്കാം. പെയർ ന്യൂ ഡിവൈസിൽ നമുക്ക് ഇതിൻ്റെ പേര് വരുന്ന ആവുന്നു സിബ് ക്ലിപ്പർ. സിബ്രോണിക്സ് ആണ്, ക്ലിപ്പിംഗ് ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ സിബ് ക്ലിപ്പർ. അപ്പോൾ സിബ് ക്ലിപ്പർ കൊടുത്തു, നമ്മൾ പെയർ ചെയ്യുകയാണ്. ഹലോ ആക്സസ് ടു കോൺടാക്ട്സ് ആൻഡ് കോൾ ഹിസ്റ്ററി എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കൂ, പെയർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 80% ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. സംഭവം കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂട്യൂബിലോട്ട് പോവുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ തന്നെ യൂട്യൂബിൽ നിന്നുള്ള ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ എടുക്കുകയാണ്, ബാഹുബലി സെറ്റിൽ ഞങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് ഇതിൻ്റെ സൗണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. ആശയമുകിലുമാണേ.
100 ഏക്കറോളം സ്ഥലത്ത് 60 കോടിയോളം ചെലവഴിച്ച് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ പ്രശസ്ത കലാസംവിധായകനായ സാബു സലിൽ രൂപകൽപ്പന ചെയ്ത വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമായ ഫിലിം സിറ്റിയിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ബാഹുബലി സെറ്റിന്റെ പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? Max volume. നമുക്കൊപ്പം സഞ്ചരിക്കാം. അപ്പോൾ ഈ ഒരു സ്പീക്കറിന് തരാൻ പറ്റുന്ന മാക്സിമം സൗണ്ട് അത് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് സൗണ്ടൊന്നുമല്ല, അത്യാവശ്യമുള്ളൊരു സൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ സ്പീക്കറാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ പോരായ്മകളെ കാണും. അപ്പോൾ എന്തായാലും ഇതാണ് സിബ്രോണിക്സിൻ്റെ പുതിയ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ പോക്കറ്റിലിട്ടുകൊണ്ട് പോകാൻ പറ്റും. ഒരുപാട് വലിയ സൈസൊന്നുമല്ല എന്ന് വെച്ചാൽ ഒരുപാട്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരുപാട് ആവശ്യങ്ങൾക്ക്, ഒരുപാട് വലിയ സൗണ്ട് നിൽക്കുന്ന ആവശ്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചാർജിങ് പോയിൻ്റൊക്കെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സിബ്രോണിക്സ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ ആമസോണിലെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അതല്ലെങ്കിൽ നിങ്ങൾ സിബ്രോണിക്സിൻ്റെ മിനി ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ആമസോണിനകത്ത്. എന്തായാലും നല്ലൊരു ഓഫറിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.